പ്രതിഷേധത്തിന്റെ കനലും പ്രതിരോധത്തിന്റെ ദാർഢ്യവുമായി ഇവിടെ സമ്മേളിക്കുന്ന ജനാധിപത്യ മനസ്സുകളെയും സഹോദരി സഹോദരന്മാരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മൾ കമലിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമാണിത്. നമ്മൾ കമാലുദ്ദീനുമൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമാണിത്. കാരണം നമ്മൾ ഓരോ ഇന്ത്യൻ പൗരനുമൊപ്പമാണ് നിലകൊള്ളേണ്ടത്. കമലായാലും കമാലുദ്ദീനായാലും അത് അദ്ദേഹത്തിന്റെ സർഗാത്മകതയിൽ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യങ്ങളെ ഒരു തരത്തിലും വ്യത്യാസപ്പെടുത്തുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അവകാശങ്ങളെ ഒരു തരത്തിലും പരിമിതപ്പെടുത്തുന്നില്ല. കാരണം ഈ ഇന്ത്യ അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുടേതുമായി തുടരണം എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന മുദ്രാവാക്യം. ഇങ്ങനെയൊരു ഐക്യദാർഢ്യ കൂട്ടായ്മയ്ക്ക് കാരണക്കാരായിട്ടുള്ള ഇങ്ങനെയൊരു സമാഗമം യാഥാർത്ഥ്യമാക്കിയ ഇതിന്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഇവിടെ നേരത്തെ ശ്രീ എം എ ബേബി സൂചിപ്പിച്ചതുപോലെ കമലിന് വേണ്ടി കൊടുങ്ങല്ലൂരിലും എം ടിക്ക് വേണ്ടി കൂടല്ലൂരിലും മാത്രം ഇതുപോലെയുള്ള പ്രതിരോധ സംഗമങ്ങൾ ഉണ്ടായാൽ പോരാ. മറിച്ച് ഇന്നിന്റെ ആസുരകാലത്ത് ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഇതുപോലെയുള്ള ശബ്ദങ്ങൾ ഉയരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ നാട് അത് എല്ലാവരുടേതുമാകണം എല്ലാ അർത്ഥത്തിലും എന്ന യഥാർത്ഥ ദേശീയതയെ മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ശബ്ദത്തെ മതിയാവൂ. ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ പരാമർശിക്കപ്പെട്ടു. പെൻസാരെയും ധബോൽക്കറിനെയും കൽബുർഗിയെയും കൊന്നുകളഞ്ഞ ആളുകളുണ്ട്. പെരുമാൾ മുരുകനെ കൊണ്ട് തന്റെ പ്രേരിപ്പിച്ച ആളുകളുണ്ട്. പക്ഷേ വാളയാർ ചുരത്തിനപ്പുറം ഇപ്പുറം അത്തരക്കാർക്ക് കാലുകുത്താനുള്ള മണ്ണ് അനുവദിക്കാൻ പ്രബുദ്ധമായ മതേതര മനസ്സുള്ള ഈ മലയാളത്തിന്റെ മണ്ണ് അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഇവിടെ ഉയരുന്നത്. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ നമുക്ക് പ്രതീക്ഷ നൽകുന്നത്, നമ്മുടെ പ്രത്യാശ വളർത്തുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങളെ വളർത്തി വലുതാക്കുന്നത്. നമുക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം മാറുകയാണ്, മാറ്റപ്പെടുകയാണ്. അധികാരത്തിന്റെ അത്യുന്നതങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ആ സ്വഭാവ മാറ്റത്തിന്റെ ചിഹ്നങ്ങളും സൂചനകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇവിടുത്തെ യഥാർത്ഥ ഇന്ത്യക്കാർ? ആരാണ് രാജ്യസ്നേഹികൾ? ആ ചോദ്യത്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ ഒരു ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ദേശസ്നേഹത്തിന്റെയും ദേശീയ ബോധത്തിന്റെയും സർട്ടിഫിക്കറ്റ് RSSന്റെ ശാഖകളിൽ നിന്ന് കയ്യൊപ്പിട്ട് വാങ്ങാൻ ഈ നാട്ടിൽ ഒരാളും തയ്യാറല്ല എന്ന് നമുക്ക് അത്യുച്ചത്തിൽ തന്നെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ജാതിയുടെ, മതത്തിന്റെ, തൊലിയുടെ നിറത്തിന്റെ, ഭാഷയുടെ, സംസ്കാരത്തിന്റെ, ഭക്ഷണത്തിന്റെ, വസ്ത്രധാരണത്തിന്റെ, കാലാവസ്ഥയുടെ ഈ വൈവിധ്യങ്ങളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യക്കാരനായിരിക്കാനുള്ള അടിസ്ഥാനപരമായ യോഗ്യത ഒരു യഥാർത്ഥ ദേശസ്നേഹിയുടെ യഥാർത്ഥ ലക്ഷണം മറ്റൊന്നുമല്ല, ഈ വൈവിധ്യങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് ഓരോരുത്തരുടെയും മുമ്പിൽ ഉയരുന്നത്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്ത്യക്കാരനായി അംഗീകരിക്കാം. എന്നാൽ ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും വ്യത്യസ്തതകളെയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടത് എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ കാവലാളുകളുടെ സംഗമ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ അഭിമാനത്തോടുകൂടി സംസാരിക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ ഏതുതരം ഇന്ത്യയാണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതുകൊണ്ടാണ്
ഇത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഷയത്തിൽ മാത്രം പരിമിതമാകുന്ന, അതിനെ ചുറ്റി മാത്രമുള്ള ചർച്ചകൾ ഉയർത്തിവിടുന്ന ഒരു സംഗമമല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ യഥാർത്ഥ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകൾ ഇവിടെ ഉയരുകയാണ്. ഇന്ത്യ എല്ലാവരുടേതുമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഒരു ലിബറൽ ഇന്ത്യ ഇവിടെ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആളുകൾക്ക് അഭിപ്രായം തുറന്നു പറയാൻ കഴിയുന്ന ഒരു ഇന്ത്യ, ഒരു ജനാധിപത്യ ഇന്ത്യ ഇവിടെ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു ഹിന്ദു പാകിസ്ഥാൻ അല്ല ഇവിടെ ഉണ്ടാകേണ്ടത്, ഒരു മതേതര ഇന്ത്യയാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യ ഇവിടെ അതിന്റെ അർത്ഥപരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടെങ്കിലും പ്രായോഗികമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ നിലയിലുള്ള ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പം ഇന്നിവിടെ ഉയരുകയാണ്. ആർക്കാണ് ഇന്നത്തെ ഭരണാധികാരികളെ വിമർശിക്കാതിരിക്കാൻ സാധിക്കുക? ലോകത്ത് 195 രാജ്യങ്ങളുണ്ട് എന്നാണ് ഗൂഗിളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുള്ള രാജ്യങ്ങൾ. അതിൽ പല ഭരണാധികാരികളുണ്ട്. അതിൽ പലരും ഏകാധിപതികളാണ്, പലരും സ്വേച്ഛാധിപതികളാണ്, പലരും അതിക്രൂരന്മാരാണ്, പലരും പൊങ്ങച്ചക്കാരാണ്, പലരും ജനദ്രോഹത്തിന്റെ നിരവധി ഗാഥകൾ രചിച്ചിട്ടുള്ളവരാണ്, പലരും സ്വന്തം ജനങ്ങളാൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവരാണ്, പലരും ശുദ്ധ മണ്ടന്മാരാണ്. പക്ഷേ ഈ എല്ലാ സവിശേഷതയും ഒത്തുചേർന്ന ഒരു ഭരണാധികാരി എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായി എന്ന് മാത്രമാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. ആർക്കാണ് ഇയാളെ വിമർശിക്കാൻ കഴിയാതെ പോവുക? വിമർശിച്ചുകൊണ്ടേയിരിക്കും. ആര് നാവരിഞ്ഞെടുക്കാൻ ശ്രമിച്ചാലും, ആര് നിശബ്ദരാക്കാൻ ശ്രമിച്ചാലും, ആരാട്ടിയോടിക്കാൻ ശ്രമിച്ചാലും ഈ നാട്ടിലെ പ്രബുദ്ധരായ പൗരസമൂഹം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നത്. ഈ ശബ്ദങ്ങൾ കൂടുതൽ കൂടുതൽ വിശാലതകളിലേക്ക് പരക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇന്ന് രാജ്യം വലിയ ഒരു സാമ്പത്തിക മാന്ദ്യത്തെ അഭിമുഖീകരിക്കുകയാണ്. നവംബർ മാസം 8-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയപ്പോ അതിൽ ചൊല്ലിയാണല്ലോ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്, സമീപകാലത്ത് വീണ്ടും ശക്തിപ്പെടുന്നത്. ഞാൻ തുറന്ന് സമ്മതിക്കട്ടെ, ചാനലുകളുണ്ട്, നിങ്ങളുടെ എല്ലാം കൈകളിൽ, മൊബൈൽ ഫോണുകളിൽ ഇത് പകർത്തപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഒരു കുറ്റസമ്മതത്തോടുകൂടി പറയട്ടെ, ആ പ്രഖ്യാപനം വന്ന ആദ്യ മണിക്കൂറുകളിൽ അതിലെന്തെങ്കിലും ഒരു നന്മയുണ്ടാകും എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് പരസ്യമായി പറഞ്ഞൊരു വ്യക്തിയുമാണ്. കാരണം അത് നരേന്ദ്രമോദിയിലുള്ള വിശ്വാസമല്ല. അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമുക്ക് കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പരമാധികാര പദവിയിലേക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി കടന്നു വന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ചരിത്രബോധം നമുക്കുണ്ട്. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. അത് വ്യക്തിയിലുള്ള വിശ്വാസമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ള വിശ്വാസമാണ്, ഇന്ത്യയുടെ ഭരണഘടനയിലുള്ള വിശ്വാസമാണ്, ജനാധിപത്യ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഒരു നല്ല ശതമാനം ആളുകൾ ആദ്യ മണിക്കൂറുകളിൽ എന്റെ ചിന്ത പങ്കുവച്ചവരായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ആ വിശ്വാസം മുഴുവൻ തകർത്ത് കളയുകയല്ലേ? ഒരു രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളിലും ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു ഭരണകൂടം, കറൻസിയിലുള്ള വിശ്വാസം. നമ്മുടെയൊക്കെ പോക്കറ്റുകളിൽ ഇപ്പോഴുള്ള നോട്ടുകളിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട്, ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് റുപ്പീസ് 500 എന്നോ 1000 എന്നോ 10 എന്നോ 50 എന്നോ 100 എന്നോ 2000 എന്നോ ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊരു പ്രോമിസാണ്, ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നു. കറൻസിയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു, ബാങ്കിംഗ് സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു, ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, ഡിസിഷൻ മേക്കിംഗ് പ്രോസസിന്റെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ഈ എല്ലാ വിശ്വാസ്യതയും തകർത്ത് ഡോക്ടർ അമർത്യ സെന്നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡെസ്പോട്ടിക് ആയിട്ടുള്ള, സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയുമായി ഒരു ഭരണാധികാരി മുന്നോട്ട് പോകുമ്പോ ആർക്കാണ് ശബ്ദിക്കാതിരിക്കാൻ സാധിക്കുക?
ഇന്ത്യക്കാർക്ക് ചിന്തിച്ചേ മതിയാകൂ, സംസാരിച്ചേ മതിയാകൂ, വിമർശിച്ചേ മതിയാകൂ. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന്റെ പേരിൽ ആരെയെങ്കിലും നിശബ്ദരാക്കാൻ ശ്രമിച്ചാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിന്റെ മണ്ണ് നിങ്ങൾക്കുള്ളതല്ല എന്ന് പ്രഖ്യാപിക്കുന്ന അതിശക്തമായ ഒരു ബഹുജന സമ്മേളനത്തെയാണ് ഞാൻ എന്റെ മുന്നിൽ നോക്കിക്കാണുന്നത്. ഫാഷിസം പല രീതിയിൽ കടന്നു വരുന്നു. നേരത്തെ സംസാരിച്ച ബഹുമാന്യരായിട്ടുള്ള രണ്ടുപേരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. മഞ്ഞുമലയുടെ തലപ്പ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതതിന്റെ പ്രകടിത രൂപം മാത്രമാണ്, ബാഹ്യരൂപം മാത്രമാണ്. 95% വെള്ളത്തിനടിയിലാണ്. നമ്മുടെയൊക്കെ മനസ്സുകളിലാണ് ഫാഷിസം കുടികൊള്ളുന്നത്. അവിടേക്കാണ് ആദ്യത്തെ ആധിപത്യം ഉണ്ടാകുന്നത്. അവിടെയാണ് അത് വേരുറപ്പിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് അവിടങ്ങളിൽ നിന്നാണ് അത് പറിച്ചു കളയേണ്ടതായിട്ടുള്ളത്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ആ നിലയിലുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി കൂടി ഈ വേദിയെയും ഈ അവസരത്തെയും പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് അച്ചടക്കത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബഹുമാനം നിലനിൽക്കുകയാണ്. ഈ അമിതമായ അച്ചടക്കവും അതിനോടുള്ള അമിതമായിട്ടുള്ള താല്പര്യവും അധികാര കേന്ദ്രങ്ങളോടുള്ള വിധേയത്വമായി ഫാഷിസമായി പരിവർത്തിപ്പിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളൊക്കെ രക്ഷിതാക്കളാണ്. നമ്മുടെ കുട്ടികൾ എവിടെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഏറ്റവും ഡിസിപ്ലിനുള്ള സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കട്ടെ എന്നുള്ളതാണ് നമ്മളൊക്കെ പറയാറുള്ളത്. എന്താണ് ഈ ഡിസിപ്ലിൻ ആത്യന്തികമായി ഇവിടെ ഉണ്ടാക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് നമ്മുടെ ജില്ലയുടെ മറ്റേ അറ്റത്ത് പാമ്പാടിയിൽ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിലുള്ള ഒരു കോളേജിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ആ പേരിനോടെങ്കിലും അല്പം നീതി പുലർത്താൻ അതിന്റെ സംരംഭകർക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദി, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏത് നരേന്ദ്രമോദി ശ്രമിച്ചിട്ടും ഒരു പരിധിയിൽ കൂടുതൽ തകർത്ത് കളയാൻ സാധിക്കാത്ത ഭദ്രമായ അടിത്തറയൊരുക്കിയ ജവഹർലാൽ നെഹ്റു ഇന്ന് പലതിന്റെയും ഉത്തരവാണ്. ആ നെഹ്റുവിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ആട് കിടന്നിടത്ത് പൂട കിടക്കുന്നില്ല എന്നുള്ള ഇന്നത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൗർഭാഗ്യവശാൽ രണ്ടുപേരും ഇരുന്നത് ഒരേ കസേരയിലാണ് എന്നൊറ്റ സാമ്യം മാത്രമേ ഉള്ളൂ. ആ നിലയിലുള്ള ഒരു ഭരണത്തിലേക്ക് ഈ നാട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും വീണ്ടുവിചാരം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇന്ന് ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അസൗകര്യം ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി കൂടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് ദേശീയ തലത്തിൽ ന്യൂഡൽഹിയിൽ ജനവേദന സമ്മേളനം എന്ന പേരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. KPCCയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഇവിടെ അനുഭവപ്പെടുന്നത്. അതിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാനിവിടെ ഒരു കോൺഗ്രസ്സുകാരനായി കൂടിയാണ് നിൽക്കുന്നത്. നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. 70 വർഷം കോൺഗ്രസ് എന്താണ് ചെയ്തത് എന്ന ചോദ്യം പലരും ഉയർത്തിയപ്പോ എന്നെപ്പോലുള്ള കോൺഗ്രസ്സുകാർക്ക്, ഞങ്ങളെപ്പോലുള്ള കോൺഗ്രസ്സുകാർക്ക് അതിന് മറുപടി പറയാൻ യഥാർത്ഥത്തിൽ സാധിച്ചില്ല. ആ ചോദ്യകർത്താക്കളെ കൺവിൻസ് ചെയ്യാൻ പലപ്പോഴും സാധിച്ചില്ല. ഞങ്ങൾക്ക് കഴിയാത്ത ആ ഉത്തരവാദിത്തമാണ് 2.5 വർഷം കൊണ്ട് നരേന്ദ്രമോദി ഭംഗിയായി ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത്. ഈ രാജ്യം ഒരു സാമ്പത്തിക മാന്ദ്യത്തെ നേരിട്ടാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും ആദ്യം അനുഭവിക്കപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. കള്ളപ്പണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വൻകിടക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഈ ക്യൂവിൽ നിൽക്കുന്ന ബുദ്ധിമുട്ട് പോലും അത് കഴിഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അവകാശവാദം. അതുപോലും ബാങ്കിൽ അക്കൗണ്ടിൽ പണമുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് മാത്രമാണ്. അക്കൗണ്ടിൽ പണമുണ്ട്, അതെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് മാത്രമാണ് ഈ കഴിഞ്ഞ 2 മാസം നമ്മൾ ചർച്ച ചെയ്തത്. യഥാർത്ഥ ബുദ്ധിമുട്ട് അവരുടെ ബുദ്ധിമുട്ടല്ല. അവരാ പണമൊക്കെ പിൻവലിച്ച്
ആ പണം പല രീതിയിൽ ക്രയവിക്രയം ചെയ്ത് മാർക്കറ്റിൽ പലതരത്തിലുള്ള ചോദനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തി അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മാർക്കറ്റ് മെക്കാനിസത്തിലേക്ക് ആ പണം മാറുമ്പോ അങ്ങനെ മാത്രം ഉപജീവനം നടത്തുന്ന എത്രയോ അധികം ലക്ഷങ്ങളും കോടികളും നമ്മുടെ നാട്ടിലുണ്ട്. അവരെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2% ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറയും എന്ന് കണക്കുകൾ പറയുന്നു. ഏതാണ്ട് 1.5 ലക്ഷം കോടിയുടെ നഷ്ടമാണ് അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത്. ഈ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് ഒരു രാജ്യം പോകുമ്പോൾ ഞാൻ വീണ്ടും ചോദിക്കട്ടെ, എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ആ പ്രതികരിക്കുന്ന മുഴുവൻ ആളുകളെയും രാജ്യദ്രോഹികളായിട്ട് മുദ്രകുത്തുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുക? നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. നമ്മൾ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നു. ജനവിധിയെ നമ്മൾ ആ അർത്ഥത്തിൽ നോക്കിക്കാണുന്നു. പക്ഷെ നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആയുഷ്കാലത്തേക്കുള്ള ഇന്ത്യൻ ചക്രവർത്തിയായിട്ടല്ല, മറിച്ച് ഇന്ത്യയുടെ ജനങ്ങളോടും പാർലമെന്റിനോടും നിയമ സംവിധാനങ്ങളോടും ഭരണഘടനയോടും ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനോടും ഉത്തരവാദിത്വമുള്ള ഒരു ഭരണഘടനാ പദവിയിലേക്ക് മാത്രമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുമ്പോഴാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സ്ഥാനവും ബഹുമാനിക്കപ്പെടുക. അതല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും, തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ചേർന്ന് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് കമലിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് MT വാസുദേവൻ നായർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അവർ പരിചിതരായിട്ടുള്ള മുഖങ്ങളാണ്. വളരെ പെട്ടെന്ന് അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നമ്മുടെയൊക്കെ കൺമുന്നിൽ ദൃഷ്ടിയിൽപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലയിലുള്ള ഒരു വിസിബിലിറ്റി അക്കാര്യത്തിനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതല്ലാത്ത ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് നിശബ്ദരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ചിന്തകളാണ് ഇല്ലാതാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ശബ്ദങ്ങളാണ് അമർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ തിരസ്കൃതമാക്കുന്ന ഒരു പുതിയ ദേശീയതാ സങ്കല്പമാണ് നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ശ്രീ ബിനോയ് വിശ്വം വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. ഹിന്ദുരാഷ്ട്രം എന്ന് പറയുമ്പോൾ ചെറിയ രോമാഞ്ചമൊക്കെ കൊള്ളുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അവർ മനസ്സിലാക്കണം, ഹിന്ദുരാഷ്ട്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സങ്കല്പത്തിലുള്ള രാജ്യമേ അല്ല. ഞാൻ ആദ്യം ഉപയോഗിച്ച വാക്കാണ് അതിന് കൂടുതൽ ചേരുക. ഒരു ഹിന്ദു പാകിസ്ഥാനാണ് അവർ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഇരകളാകുന്നത്, ആ ദേശീയതാ സങ്കല്പത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ദലിതരാണ്, ഇവിടുത്തെ സാധാരണക്കാരാണ്, ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. ആ തിരസ്കൃതമാക്കപ്പെടുന്ന മഹാഭൂരിപക്ഷത്തിന്റെ ശബ്ദമായി മാറാൻ ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ സമ്മേളിച്ച എല്ലാ പ്രബുദ്ധമായ ജനാധിപത്യ മനസ്സുകളെയും നിങ്ങളുടെ പോരാട്ട വീര്യത്തെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്.